ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു കുട്ടി വ്ളോഗാണ് എടുത്തത്. ഞാൻ മോൻ്റെ ഡ്രസ്സ് സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സ് ഇസ്തിരി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സുകളും ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഡെയിലി വ്ളോഗാണെങ്കിലും അതിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സുകളും ഉൾപ്പെടുത്തും കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ലൈക്കും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കണേ. നിങ്ങൾക്കൊക്കെ ഇസ്തിരി ഇടാൻ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ടഫ് തോന്നുന്ന ഒരു ജോലിയാണ് കേട്ടോ ഇസ്തിരി ഇടൽ. എന്നാലും ചെയ്യുന്ന ജോലി അൽഹംദുലില്ലാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് തീർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മോനിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി അതിലോട്ട് തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. സ്കൂളിൽ പോകാനുള്ള മക്കളുള്ളവർ രാവിലെ അവരെ പറഞ്ഞയക്കൽ തന്നെ ഒരു വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അത് കഴിഞ്ഞാലാണ് വേറൊരു ജോലിയിലേക്ക് നമുക്ക് തിരിയാനാവുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ ആവും കേട്ടോ, രാവിലത്തെ ചായക്കടിയൊക്കെ ആവും. അങ്ങനെ ഞാൻ അവൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അതൊക്കെ തുടച്ച് അവനക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് കേട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കണം കേട്ടോ. മഞ്ഞക്കാമല ഉള്ളത് കാരണം മക്കൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം കൊടുത്ത് വിടുക കേട്ടോ. ഇന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ കുഞ്ഞി പരത്തിപ്പത്തിലാണ് കേട്ടോ. പരത്തിപ്പത്തിലും ചിക്കൻ കറിയും. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു പത്തിൽ ചുടാറുണ്ടോ? ഇത് ഞങ്ങൾ വലിയൊരു പത്തിലായിട്ടും ചുടും കുഞ്ഞായിട്ടും ചുടാറുണ്ട് കേട്ടോ. അങ്ങനെ അവനക്ക് ഫുഡൊക്കെ കൊടുത്ത് അവനെ ഒരു സൈഡിലാക്കിയിട്ടാ. എന്നിട്ട് അവനെ കൊണ്ടാക്കുന്നതിന് മുന്നേ ഞാനും ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ അവനെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോഴാണ് ഞാൻ തേക്കിൻ്റെ മരത്തിലുള്ള തളിര് കണ്ടത്. ഈ ഒരു തളിര് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ബ്ലഡ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചുവപ്പിച്ചിട്ട് കയ്യിലൊക്കെ കാണിച്ചിട്ട് കളിക്കുന്ന ഒരു പ്രായം. നിങ്ങൾ അങ്ങനെ കളിക്കാറുണ്ടായിരുന്നു? ഞാൻ ഒരുപാട് തേക്കിൻ്റെ തളിര് കൊണ്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ. അങ്ങനെ വീട്ടിലെത്തി വാഷിംഗ് മെഷീൻ്റെ അകത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ട് കൊടുക്കുക. എന്നാൽ ഇതുപോലത്തെ ഓട്ടോമാറ്റിക് അല്ലാത്ത വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഡ്രസ്സിങ്ങനെ കട്ട പിടിക്കില്ല, വലിച്ചെടുക്കേണ്ട അവസ്ഥ വരില്ല. അതും കഴിഞ്ഞ് ഞാൻ കിച്ചണൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഉച്ചക്കത്തെ കാര്യം തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ജാറൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ദിവസവും ജാറ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ തുടക്കണം. ചില വീട്ടിൽ കാണാം ജാറ് നിറയെ ഇണുങ്ങുകൾ പൊയ്ത്തത് കാണാം. നമ്മൾ അടുത്തോട്ടേക്ക് ചെല്ലുമ്പോഴേക്കന്നെ ഒരുപാട് ഇണുങ്ങുകൾ ജാറുമെന്ന് ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. അത് വൃത്തിയാക്കാത്തതിൻ്റെ പോരായ്മയാണ് കേട്ടോ. നമ്മൾ ജാറ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചെങ്കിൽ ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ നല്ല വൃത്തി ഉണ്ടാവും. അങ്ങനെ ഞാൻ സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കുക, എല്ലാം എടുത്ത സ്ഥാനത്ത് കൊണ്ടുവെക്കുക എന്നതാണ്. എന്നിട്ട് നല്ല വൃത്തിയാക്കി ഇരിക്കുക. കിച്ചൺ വൃത്തിയായാൽ മനസ്സിനും നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് ഇതുപോലെ തോന്നാറുണ്ടോ? വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും തരണേ, കമൻറ്റും തരണേ. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമ്മുടെ വിജയം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. തിരിച്ചും എൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ കിച്ചണൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ചില പുരുഷന്മാർ ചോദിക്കും സ്ത്രീകളോട്, നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ പണി? നിങ്ങൾ വീട്ടിലിരിക്കുന്നതല്ലേ, ഞങ്ങളല്ലേ ജോലിക്ക് പോകുന്നത് എന്ന്. അവരോട് പറയാനുള്ളത് അവരെക്കാളും കഴിവുള്ളത് സ്ത്രീകൾക്കാണ്. സ്ത്രീകൾ ഒരു നിമിഷം കൊണ്ട് ഒരുപാട് പണികൾ എടുത്ത് തീർക്കും കേട്ടോ. അത് നിങ്ങൾ അറിയാതെ പോകരുത്. അത് സാലറി കിട്ടാത്ത ഒരു ജോലിയാണ് കേട്ടോ സ്ത്രീകളുടേത്. അങ്ങനെ ഞാൻ എല്ലാവിടെയും ആ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മിക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മുയിങ്ങും മണമുണ്ടാവില്ല. നമ്മുടെ കിച്ചൻ്റെ സ്റ്റാൻഡൊക്കെ മീനൊക്കെ മണക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മണമൊന്നും ഉണ്ടാവില്ല, ഈച്ച വരില്ല, ഇണങ്ങ് വരില്ല. അടുത്ത ടിപ്സാണ് നമ്മുടെ ഈ ഒരു വാഷ് സിങ്ക്. അതിലോട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക, കട്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. കട്ട ഉപ്പ് ഇട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലോട്ടേക്ക് നല്ല പതക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പൈപ്പും അതിൻ്റോടൊപ്പം തന്നെ തുറന്നിടുക. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഉള്ളിൽ കട്ട പിടിച്ച് ബ്ലോക്കായി കിടക്കുന്നത് അലിഞ്ഞു പോവുകയും ചെയ്യും. അതിലെ കൂടെ വരുന്ന ഇണുങ്ങുകളുടെ ഒക്കെ ശല്യം ഒഴിവായി കിട്ടുകയും ചെയ്യും. പ്രാണികളും കൊതുകുകളൊന്നും വരില്ല കേട്ടോ. എല്ലാം ചെയ്ത് ക്ഷീണം പിടിച്ചപ്പോൾ ഞാനൊരു പയം റോൾ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പയം റോള് ഒരു മുട്ട ആംപ്ലേറ്റ് അടിച്ചു, ഒരു പയം വാട്ടിയെടുത്തു, അതിൻ്റെ ഉള്ളിൽ റോളാക്കി വെച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. നിങ്ങളിങ്ങനെ കഴിക്കാറുണ്ടോ? ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.